സിനിമയൊക്കെ പറയൂ, എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചിൻ്റെ ഭയങ്കര കഷ്ടപ്പാട് ഇതൊരു ഫലം കിട്ടി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അവരില്ല, അതിൽ കൂടുതൽ അവർ പറയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അഭിനയിച്ചിട്ട് എല്ലാവരും നിങ്ങൾ കുറച്ചും കൂടി എന്നെ അല്ലെങ്കിൽ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. മലയാളി ഓഡിയൻസ് കുറച്ചും കൂടി ഈ സിനിമ കാണാൻ വരണോ, കാരണം അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കണക്റ്റ് ആവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി ആൾക്കാർ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി തന്നെ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു, വന്നതിൽ സപ്പോർട്ട് ചെയ്തതിലൊക്കെ താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. ഓൾറെഡി അവിടെ ചെന്നൈ ഒരു വേണമെങ്കിൽ സ്നേഹ ചുംബനം കൊടുത്തേക്ക്. സൂപ്പറായിരുന്നു, ഒരിക്കലും പ്രതീക്ഷയില്ല. നല്ല നാലാമത്തെ വർഷം കാണുന്നത്, 4 വർഷം കണ്ടപ്പോൾ കണ്ടത് നല്ലപോലെ അഭിനയിച്ചതും എല്ലാം നല്ല അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കൈ കഴിഞ്ഞു. എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ മനസ്സിലാതെ അതെ ഇവിടെ കുറച്ച് ഇപ്പം നോക്കാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ബാക്കിയുള്ള ആൾക്കാരോട് പറയുക. പടം എങ്ങനെയുണ്ടായിരുന്നു? പറഞ്ഞിട്ടിരിക്കുകയാണ്, പടം അടിപൊളിയാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത എൻഡിങ്ങാണ്, നല്ല മ്യൂസിക്കാണ്, ആക്ടേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വാസിക എങ്ങനെ ഉണ്ടായിരുന്നു? അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാരക്ടർ, നല്ല എൻട്രി തമിഴ് ഇൻഡസ്ട്രിയിൽ കിട്ടിയതിൽ അവളെക്കാളും നമ്മൾ സന്തോഷിക്കുന്ന പക്ഷേ ഞങ്ങളെല്ലാവരും നല്ല ക്യാരക്ടറായിരുന്നു. സ്വാസിനെ ശരിക്കും പോയി തമിഴിലേക്ക് ഒരു എൻട്രിയിൽ വെച്ച് നോക്കുമ്പോൾ ഇത്ര ക്യാരക്ടറായിരുന്നു. പിന്നെ മൂവി നല്ലതാണ്, ക്ലൈമാക്സ് എല്ലാം നല്ലതാണ്. പ്രതീക്ഷിക്കാതെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ പോയി കാണണം, എങ്കിലേ ആ മൂവി ഇഷ്ടപ്പെട്ടു. ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഫാമിലി ഇഷ്ടപ്പെട്ടു, എല്ലാം ഉണ്ട്. ഫാമിലി ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. അടിപൊളിയായിരുന്നു. ഞാൻ ത്രൂട്ട് എൻജോയ് ചെയ്തു. അടിപൊളി പടം, നല്ലൊരു വിജയം ഈ മൂവിക്കുണ്ടാകും. ഓക്കെ. താങ്ക് യു.